നോക്കടാ നോക്ക്, ഫോൺ അടിക്കുന്നു. നീ എടുക്കണ്ട, പത്രോസിന് വിളി. പത്രോസേ, ആ ചീട്ട് നോക്കാലേടാ. ഹലോ, ഞാൻ പത്രോസാ. പത്രാസാ? നീ വലിയ പത്രാസൊന്നും എടുക്കണ്ട, നീ വെറും പത്രോസാ. എടാ പിള്ളേര് എവിടാ? പിള്ളേര് പഠിക്കല്ലേ? ജോക്കർ എന്താ? അതെ, ഇവിടെ ജോക്കർ എന്നൊരു സിനിമ കളിക്കുന്നുണ്ട്, നല്ല സിനിമയാ. അവര് കാണാൻ വിളിച്ചിട്ട് അവര് വരുന്നില്ല. എടാ പത്രോസേ, നീ പറയുന്ന സത്യമാണോടാ? എനിക്കൊരു സംശയം, നീ അവരുടെ സൈഡിൽ നിന്ന് നുണ പറയുകയാണോ എന്ന്. അയ്യോ, എന്റെ മനസ്സിൽ പോലും ഞാനത് കരുതിയിട്ടില്ല. ഇത്രയും തങ്കക്കുടം പോലത്തെ കുട്ടികള് ഇക്കാലത്ത് ഇത്രയും ബോധമില്ലാത്ത, അല്ല ലക്ഷ്യബോധവും അനുസരണയുള്ള കുട്ടികളെ കാണാൻ കിട്ടില്ല. ഇതൊന്നും അവന്മാരെ ഒന്നും വെച്ച് നീ പറയരുത്. ഇതൊക്കെ അവന്മാരുടെ തന്തമാരെ ഗുണവാ. മനസ്സിലായോ? അത് പിന്നെ നേരത്തെ മനസ്സിലായില്ലേ? നീ പിള്ളേർക്ക് നല്ല ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, വയറ് നിറച്ചു കൊടുക്കുന്നുണ്ട്. മട്ടനും ആടും ചിക്കനും കോഴിയും ക്രാബും ഞണ്ടും കൊഞ്ചും. മതി മതി, നീ കൂടുതൽ കൊഞ്ചണ്ട. കൊഞ്ചുണ്ടോന്നാ? അടിച്ചു കൊഞ്ചാകെയാണ്. പിടിച്ച കൊഞ്ചിനെ പൊരിച്ചു കൊടുക്കുകയാണ്. ആരല്ല അവിടെ കൈ കൊട്ടുന്നേ? അത് കൈകൊട്ടുന്നതല്ല, ആ മാർക്കോസ് ചപ്പാത്തിക്കുള്ള മാവ് അടിച്ച് കുഴക്കുന്നതാണ്. മതി മതി, നീ പോയി പണികളൊക്കെ ചെയ്യും. കലക്കി കലക്കി. ഇത്ര ഭംഗിയായി നോണ പറയാൻ താൻ എങ്ങനെ പഠിച്ചു? എഴുതി പഠിച്ചു. നിങ്ങളെല്ലാരും കൂടി എഴുതി പഠിപ്പിച്ചതല്ലേ എന്നെ. ഇപ്പൊ നിങ്ങളുടെ അച്ഛന്മാരോട് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എന്തായാലും ഞങ്ങളുടെ അച്ഛന്മാരുടെ മുമ്പിലുള്ള തന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഒരു സംഭവം, താനങ്ങനെ പൊങ്ങണ്ട. ഞങ്ങളെ കാശ് വെച്ച് ചീട്ട് കളിക്കാൻ പഠിപ്പിച്ചത് താനാണെന്ന് എന്റെ അച്ഛൻ അറിഞ്ഞാൽ, അതെ കള്ളു കുടിക്കാൻ പഠിപ്പിച്ചത് താനാണെന്ന് എന്റെ വാപ്പ പഠിക്കേണ്ട പ്രായത്തിൽ എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞേ ഈ ഗസ്റ്റ് ഹൗസിൽ കളേഴ്സിനെ കൊണ്ടുവന്നതേ താനാണെന്ന് എന്റെ അപ്പച്ചൻ അറിഞ്ഞാലോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, തന്തമാരെ പറഞ്ഞ് ഞാൻ പറ്റിച്ചോളാം എന്ന് താൻ പറഞ്ഞത് എന്റെ അച്ഛൻ അറിഞ്ഞാലോ. എന്റെ വ്യാകുല മാതാവേ, ഞാൻ ഇനി എന്ത് ചെയ്യും? പത്രോസേ, അടുത്ത കൂൾ ഡ്രിങ്ക്സ് റെഡിയാക്ക്. ഇന്ന് പത്രോസ് ചേട്ടന്റെ വിഷമം തീർക്കാം. കാശ് കിട്ടിയല്ലോ, അപ്പൊ സാധനം എടുക്ക്. മാർക്കോസേ, ഇന്നലെ കുടിച്ച കുപ്പി ബാലൻസ് ഇല്ലേ? ഉണ്ട്, എടുക്ക്. ആ കുപ്പിയുണ്ട്. കൊക്കോക്കോള ഇരിപ്പില്ലേ? ഉണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ കൊണ്ട് കൊടുത്തേ. അയ്യോ, കുഞ്ഞുങ്ങൾ അറിയൂലേ? അയ്യോ, അടിച്ച് പാമ്പായിരിക്കണവന്മാര്. എന്നാ ഞാൻ ശരിയാക്കി. ഇത് കൊള്ളാലോ, നല്ല എക്സോട്ടിക് സ്മെല്ലാ. എന്താണ് സുഖേട്ടനല്ല, ലൂക്കേട്ടൻ. അങ്ങനെ വിളിക്കേ. എന്റെ പെങ്ങളെ നീ ഇൻസൾട്ട് ചെയ്യും. നീ ആരാൻ പോട്ടാണ് ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചത്? നമ്മളെ കാണുന്ന മക്കളാന്ന് നിനക്കറിയോ? ചേട്ടാ, ആ പകയനോടൊപ്പം തുലഞ്ഞു. ദിവസം രണ്ടായല്ലോ. അല്ല, ഇനി പൈസ വാങ്ങി മുങ്ങിയതങ്ങനെ ആയിരിക്കോ? ഏയ്, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അലിയാരി. എങ്കിൽ പിന്നെ അയാളവിടെ കാശ് പോയ ലക്ഷണ. സാധനം എവിടെയാ? താൻ വിശദമായി പറ. ഓ, തന്നെ ഇവിടെ കാത്തിരുന്ന് മടുത്തു. എവിടെയാ സാധനം? ഒത്തിരി അകലെങ്ങനാണോ? ഫോറസ്റ്റുകാരുടെ ലിസ്റ്റിലുള്ള പാർട്ടിയാണോ? ഇനി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇടപാട് കഴിഞ്ഞ സാധനം ഞങ്ങൾ നടത്തിക്കോളാം. ഒന്നും രണ്ടും പറഞ്ഞിക്കാൻ നേരല്ല, നിങ്ങൾ പെട്ടെന്ന് പുറപ്പെടാൻ നോക്ക്. നമ്മൾ കുറെ പാട് വെച്ചിട്ടാണ് സാധനം കണ്ടെത്തിയത്. നമ്മൾ പടപെടാന്ന് പറഞ്ഞാൽ കൊമ്പ് നമ്മളെ കയ്യില്ല. പക്ഷെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒരു ചുറ്റിക്കളി. ഈ മുതലാളി ആളല്പം ചൂടനാ. ഇതിന് മുമ്പ് ഒരു ഇടപാടിൽ നമ്മളൊന്ന് കൊമ്പ് ഓർത്തതാ. ഇതിപ്പം വേറെ ആളെ വിട്ടിട്ടാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മാറി നിന്നിട്ട് കൊമ്പിന്റെ ആളി നിങ്ങൾക്ക് കാര്യം. നിങ്ങൾ ചെന്ന് കച്ചവടം ഉറപ്പിച്ച് ആനക്കൊമ്പുകൾ കയ്യോടെ കൊണ്ടുപോകണം. എന്തായി? അത് ഞങ്ങളേറ്റു. കൊമ്പുണ്ടോന്ന് അറിഞ്ഞാൽ മതി. കൊമ്പുണ്ട്, നല്ല വെണ്ണ പോലത്തെ കൊമ്പ്. പടപെടാന്ന് അറിയിക്കോളി. പിന്നെ നമ്മൾ നിമിഷം ബാക്കി നിങ്ങൾ തന്നാളി. ആ രവി, ഇന്ന് വൈകിട്ട് 2 പാർട്ടി നല്ല റൂം കൊടുക്കണേ. കൊടുക്കാനേ.
രാജേന്ദ്ര, ഇത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ കൊണ്ടേക്കോ. ശരി മുതലാളി. ആ പോണതാണ് മുതലാളി. നിങ്ങൾ നേരിട്ട് എന്ന് കാര്യം പറഞ്ഞാൽ മതി. റെഡി കേസ് എന്താ മൂപ്പര് വലയിൽ വീണോ? പിന്നെ വില കുറപ്പിക്കാനുള്ള അംഗം പറ്റാൻ മതി. പുറപ്പെടാതെ എന്ന് ബിസിനസ് സർവീസ് സാധനം വാങ്ങി വരും. ഞാനിവിടെ വണ്ടിയിൽ ഇരിക്കും. വാഴ നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. നിങ്ങൾ വില എത്ര വെച്ച് തുറന്നു പറ. ഞങ്ങൾ റെഡി ക്യാഷുമായിട്ടാ വന്നിരിക്കുന്നത്. ഇതെന്തൊരു ശല്യമാണ്? എന്റെ കയ്യിൽ ആനക്കൊമ്പുമില്ല, അതിന്റെ ഒരു ഇടപാടും ഇല്ല. ആനയുള്ളിടത്തല്ലേ ആനക്കൊമ്പ് ഉണ്ടാവുള്ളൂ. പേടിക്കണ്ട, ഞങ്ങൾ വനവകുപ്പിന്റെ ആൾക്കാരൊന്നും അല്ല. ഉള്ള സത്യം തുറന്നങ്ങ് പറയാം. ആനക്കൊമ്പിൽ ശില്പം തീർക്കുന്നത് പഠിക്കാൻ വന്ന സായിപ്പന്മാർക്ക് വേണ്ടിയാ, സ്റ്റുഡൻസാ. അതുകൊണ്ട് മോഹവിലയൊന്നും കിട്ടില്ല. എന്തായാലും നഷ്ടം വരാത്ത രീതിയിൽ നമുക്കങ്ങ് ഉറപ്പിക്കാം. അതെ, ഈ പെട്ടി നിറയെ കാശ. വില ഉറപ്പിച്ചുകൂടെ ഞങ്ങൾ തരാം. ഇപ്പൊ ഞങ്ങളെ വിശ്വാസമായില്ലേ? തടി വലിക്കാൻ ഇത് ആനയുണ്ടെന്നല്ലാതെ ആനക്കൊമ്പ് ഞാൻ ഈ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. എനിക്കതിന്റെ ബിസിനസ്സും ഇല്ല. ആരാ നിങ്ങളിങ്ങോട്ട് പറഞ്ഞയച്ചത്? ഞങ്ങളെ പറഞ്ഞു വിട്ടതേ അലിയാര, ബ്രോക്കർ അലിയാർ. ആണോ? ബെസ്റ്റ്. അയാളെ നേരി കണ്ട നിങ്ങൾ വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാ അയാളെ കൊണ്ടുവരായിരുന്നത്. 2-3 ദിവസമായി ഈ കൊമ്പിന് വേണ്ടി ഞങ്ങൾ ഇവിടെ താമസിക്കുക. രൂപ 10,000 അലിയാര് വാങ്ങിച്ചേ. എന്തെങ്കിലും ഇടപാടില്ലെങ്കിൽ പിന്നെ അലിയാര് കാശും വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് അയക്കോ? അതുകൊണ്ട് പേടിച്ചു നിൽക്കാതെ വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കേ. ഇക്കാലത്ത് ഇങ്ങനെ മണ്ടന്മാരുണ്ടോ? തടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആനയുടെ കൊമ്പ് ചൂണ്ടിക്കാണിച്ച് നിങ്ങളോട് പണം വാങ്ങിയത് അയാളും എടുക്ക്. ആനയുടെ കൊമ്പ് ഊരി കൊണ്ടുപോകാമെന്ന് നിങ്ങളെ ഓർത്ത് എനിക്ക് ചിരിയാ വരണത്. വേഗം ചെന്ന് അലിയാരോട് കാശ് വാങ്ങി. അയാളോട് ചോദിച്ചിട്ടുണ്ട് കാര്യം. അലിയാരെ, അയാളെ കാണുന്നില്ലോ. മുങ്ങിയെന്നാ തോന്നുന്നു. നിങ്ങൾ വണ്ടി കയറ്. ഇന്നത്തോടെ അവന്റെ കച്ചവടം. അലിയാരെ, അലിയാരെ, അലിയാരെവിടെ? വിളിക്കിങ്ങോട്ട്. ആരാ വിളിക്കണ? ആനക്കൊമ്പ് തരാൻ പറ്റിക്കോളൂ. വാങ്ങിയിട്ട് 10,000 രൂപ മര്യാദ. നിങ്ങൾ എത്ര പറഞ്ഞാലും കേക്കൂല. ആനയുടെ കൊമ്പ് പിടിച്ചുള്ള കളി വേണ്ട വേണ്ടാന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അടി കുറെ കൊണ്ടില്ലേ? അതെ, നമ്മളിത് കേക്കണം. കായില്ലാണ്ട് പൊരയില് വന്ന് നീ മോറ് വീർപ്പിച്ച് വർത്താനം പറയും. എന്നാലോ ആരും കുപ്പിയിലിറക്കിനാലും കായ ഉണ്ടാക്കി വന്നാലും ഈ നമ്മളെ ചീത്ത പറയും. നമ്മളൊരു തലവിധി. അല്ലോ എന്താ അലിയാർക്ക് അത്? അലിയാർക്ക് എന്തിനാ ആലിനെടുത്ത് പോയത്? ഇനി പറഞ്ഞിട്ട് എന്താ ഫലം? ഒരു പണിയില്ലാതെ 2 കൊമ്പേറ്റ് ഒരാന നിൽക്കുന്നുണ്ടപ്പം നമ്മക്കൊരു ബുദ്ധി തോന്നി. അത് കണ്ടപ്പോ ഓൽക്കൊരു ബുദ്ധി തോന്നി. അതാണിത്. കാര്യമായിട്ട് വല്ലതും പറ്റിയോ അലിയാർക്ക? കാര്യമായിട്ട് പറ്റാനല്ലാതെ സൂചിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും തല്ലുവോ? ഇടോ അലിയാരെ, താനിതിന് ആവശ്യമില്ലാത്ത ബിസിനസ്സിലേക്ക് പോയത്. ആനയും ആനക്കൊമ്പും പിടിക്കാൻ താനാരാ? വീരപ്പനോ? ഇതിന്റെ വല്ല ആവശ്യവും തനിക്കുണ്ടായിരുന്നുള്ളൂ. വീട് പട്ടിനാവുമ്പോ ഇങ്ങനൊക്കെ ചിന്തിക്കാൻ ഒക്കുവോ? കെട്ടിയാലും കുട്ടിയാലും ദണ്ണം കാണുമ്പോ നമ്മൾ എന്ത് പണി ചെയ്തു? ഈ പാവത്തിന് കുറച്ച് പൈസ കൊടുത്തേക്ക്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുട്ടികൾ നിർബന്ധിച്ചപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന കേട്ടോ. തൽക്കാലം ഇതിരിക്കട്ടെ. ഇതാ നിറഞ്ഞ മനസ്സോടെ തരുന്നതാണ്. സന്തോഷായിട്ട് മേടിച്ചോ. ആ